ഹലോ, നമുക്കിന്ന് ഇത്തിരി ഞണ്ട് കിട്ടിയിരിക്കുകയാണ്. അതായത് നല്ല ജീവനുള്ള ഞണ്ടാണ്. ഞാൻ ഇതിൽ വിട്ടപ്പോൾ ഓടിപ്പോയിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നാലും നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഓടാൻ തയ്യാറായിട്ട് തന്നെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരാൾ നടന്നു തുടങ്ങി. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതാ ഞണ്ടൊക്കെ വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി കറി വെക്കാം. കറി വെക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ആദ്യം കറിവേപ്പിലിട്ട്, പിന്നെ വെളുത്തുള്ളിയിട്ട്, ഇഞ്ചിയിട്ട്, ചെറുതായി എണ്ണയിട്ടുണ്ട്, പച്ചമുളകിട്ട്, അതൊന്ന് ചൂടായി കഴിയുമ്പോൾ സവാള ഇട്ട്, 2 സവാള എടുത്തിരിക്കുന്നത്. അത് വഴറ്റുക. കുറച്ച് ഉപ്പും കൂടി ഇടുക. സവാള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇപ്പോൾ ഇടുകയാണ്. തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ വഴന്ന് ഇരിക്കുകയാണ്. ഇനി കുറച്ച് മീറ്റ് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതിലിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മൂപ്പിക്കുക. അരപ്പ് മൂത്തിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കുക. ഇതിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. കുറച്ച് ചേർത്തിരിക്കുകയാണ്. ഞണ്ട് വേകാനുള്ള വെള്ളം വേണമല്ലോ. പുളി ഇട്ട് എടുക്കുക. ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മുടെ ഞണ്ട് ഇതിലേക്ക് ഇടുന്നതാണ്. ഞണ്ടിൻ്റെ അരപ്പ് തിളച്ചിരിക്കുകയാണ്. നമ്മളിനി ഞണ്ട് ഇതിലേക്ക് ഇടുകയാണ്. എല്ലാം കൂടി മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊരു 20 മിനിറ്റ് മതി കറി റെഡിയാകാൻ. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി റെഡിയായിരിക്കുകയാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത്, നേരത്തെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ഇളക്കിയിട്ട് നമുക്ക് ചോറിനൊപ്പം കഴിക്കാം. ഓക്കെ, നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമ്മുടെ ഞണ്ട് കറി റെഡിയായിരിക്കുകയാണ്.